കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഒടുവിൽ സർക്കാർ ജോലിയെന്ന ആ സ്വപ്നം കയ്യെത്തും ദൂരെ എത്തിയതായിരുന്നു. എന്നാൽ ആ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിച്ച് തീർക്കുന്നതിന് മുൻപേ വിധി ഒരു അപകടത്തിന്റെ രൂപത്തിലെത്തി ആ ജീവൻ തട്ടിയെടുത്തു. അതോടൊപ്പം തന്നെ 2 കുരുന്നുകൾക്ക് അവരുടെ അമ്മയെയും നഷ്ടമായിരിക്കുകയാണ്. 6ഉം 11ഉം വയസ്സുള്ള 2 കുരുന്നുകൾ ആശുപത്രിയിൽ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉറ്റവർ പോലും തേങ്ങുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ ദാരുണമായ ഒരു വാഹനാപകടത്തിലാണ് ഇടിഞ്ഞാർ മാടൻകരിക്കകം ഷാലോം നിവാസിൽ റിബിൻ ജോസിന്റെ ഭാര്യ മഞ്ജു എന്ന 33-കാരി വിട പറഞ്ഞത്. അപകട വിവരമറിഞ്ഞ് ഇടിഞ്ഞാർ എന്ന ഗ്രാമം ഒന്നടങ്കം നൊമ്പരത്തിലാഴ്ന്നിരിക്കുകയാണ്. പഠനകാലം മുതലേ മഞ്ജു മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു ആഗ്രഹമായിരുന്നു സർക്കാർ ജോലി എന്നത്. കുടുംബത്തിലെ പരാധീനതകൾക്കിടയിലും തളരാതെ പഠിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഡാറ്റ എൻട്രി തസ്തികയിലേക്കുള്ള പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി അവസാനഘട്ട ഉത്തരവിനായി കാത്തിരിക്കുകയുമായിരുന്നു. ജോലിയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി മരണമെത്തിയത്. പാളയംകുന്നിൽ വാടകയ്ക്ക് താമസിച്ച് റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 10:30 ചാവർക്കോട് ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു ദാരുണമായ അപകടം നടക്കുന്നത്. ഭർത്താവിന്റെ കൂട്ടുകാരന്റെ പുതിയ വീട് സന്ദർശിച്ച് പാരിപ്പള്ളിയിലെ കടയിൽ നിന്നും വീട്ടുസാധനങ്ങൾ വാങ്ങി പാളയംകുന്നിലേക്ക് മടങ്ങുകയായിരുന്നു മഞ്ജുവും കുടുംബവും. എന്നാൽ അമിതവേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു കാറ് ഇവരുടെ ബൈക്കിന് പുറകിൽ വന്ന് അതിശക്തമായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മഞ്ജുവിനെ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും വ്യാഴാഴ്ച പുലർച്ചെയോടെ ജീവൻ വെടിഞ്ഞു. ബൈക്കോടിച്ചിരുന്ന ഭർത്താവ് റിബിൻ ജോസിനും മക്കളായ ആരോൺ, ആരാധ്യ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. റിബിന്റെ നട്ടെല്ലിന് പരിക്കേൽക്കുകയും മകൾ ആരാധ്യയുടെ കൈക്ക് പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ ഉടൻ തന്നെ കാർ ഉപേക്ഷിച്ച് ഡ്രൈവർ അപകട സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. അമിത വേഗത്തിലെത്തി ദുരന്തം വിതച്ച കാർ ഡ്രൈവറെ കണ്ടെത്താനായി അയിരൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നാട്ടിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും സഭയിലെ വിശ്വാസ കൂട്ടായ്മകളിലും എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മഞ്ജു. നാടിനെയും വീടിനെയും കണ്ണീരിലാഴ്ത്തി മടങ്ങിയ മഞ്ജുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഇടിഞ്ഞാർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചു. പ്രിയപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് കാണാൻ കാത്തിരുന്ന കുടുംബത്തിന് ഈ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമാണ്.